ജില്ലാ കളക്ടർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ജില്ലാ കളക്ടർ വികാസ് സുരേന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുന്ന ഒരു വ്യക്തിയാണ്. കളക്ടർ, മറ്റ് ചടങ്ങുകളൊക്കെ തന്നെ ഏതാണ്ട് അതുപോലെ തന്നെ നടക്കുകയല്ലേ? എല്ലാം ആചാരപരമായ എല്ലാ ചടങ്ങുകളും ദിവസങ്ങളും നടത്തുന്നുണ്ട്. ഇപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളും നമ്മൾ നോക്കി പോലീസും ജില്ലാ ഭരണകൂടവും ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. നാളെ രാവിലെ മുതൽ നമ്മുടെ കൺട്രോൾ റൂം ഫുൾ സെറ്റ് ആയിരിക്കും. മാക്സിമം 15 മിനിറ്റായി ചുരുക്കിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ എന്നാണ് ദേവസ്വങ്ങൾ മീറ്റിംഗിൽ അറിയിച്ചത്. ഇപ്പോൾ എല്ലാ തരത്തിലും ഓക്കെയാണ്. അതെ. വികാസ് സുരേന്ദ്രൻ നമ്മുടെ ജില്ലാ കളക്ടറാണ് നമ്മോട് സംസാരിച്ചത്. എല്ലാ തരത്തിലും ഓക്കെയാണ് എന്നാണ് പറഞ്ഞത്. മേളം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ നിലപാട് തറയിലേക്കാണ് എറണാകുളം ശിവകുമാർ എന്ന ഈ ഗജവീരൻ പോകുന്നത്. ശേഷം അവിടെ നിലപാട് തറയിൽ വെച്ച് പൂരവിളംബരം, ശംഖ് വിളിച്ച് പൂരവിളംബരം ചെയ്യും. ശേഷം ഈ ശാസ്താവിൻ്റെ വരവാണ്, കണിമംഗല ശാസ്താവിൻ്റെ വരവാണ്. അതടുത്ത ദിവസം കണിമംഗല ശാസ്താവ് എഴുന്നള്ളും. ശാസ്താവിൻ്റെ വരവിന് വേണ്ട ആതിഥേയത്വം ആണ് പൂരവിളംബരം എന്ന് പറയുന്നത്. സ്വാഭാവികമായി അതിനുശേഷം വിവിധ ഘടക പൂരങ്ങൾ കടന്നു വരും. ആ ഘടക പൂരങ്ങളെയെല്ലാം തന്നെ കാണാൻ ഇവിടെ ഒരുപാട് മനുഷ്യർ, പൂരപ്രേമികൾ ഉണ്ടാകും. വെടിക്കെട്ടിനും അതുപോലെ തന്നെ വെടിക്കെട്ട് ഇല്ല. അതുകൂടാതെ ഈ പറയുന്ന കുടമാറ്റത്തിൽ ചെറിയ ഇളവ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആർഭാടം കുറച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അതൊന്നും കാര്യമാക്കാതെ പൂരത്തെ, തൃശ്ശൂർ പൂരത്തെ സ്നേഹിക്കുന്ന, ഇലഞ്ഞിത്തറ മേളത്തെ സ്നേഹിക്കുന്ന, മടത്തിൽ വരവ് പഞ്ചവാദ്യത്തെ ഇഷ്ടപ്പെടുന്ന അങ്ങനെ പൂരപ്രേമികൾ, മേളപ്രേമികൾ, ആനപ്രേമികൾ ഒക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ജില്ലാ കളക്ടർ അല്പസമയം മുൻപ് പറഞ്ഞതുപോലെ നിയന്ത്രണങ്ങളോടുകൂടി ഈ മീറ്റിംഗിൽ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ എന്ന് തന്നെയാണ്. എന്തായാലും എറണാകുളം ശിവകുമാർ നിലപാട് തറയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് ദിലീപ് കുമാർ കാണുന്നത്. നെയ്തലക്കാവിൽ അമ്മയുടെ തിടം പേറ്റിക്കൊണ്ട് എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നിരിക്കുന്നു. തെക്കേ ഗോപുരനട തുറന്ന് നേരെ നിലപാട് തറയിലേക്ക് പോകും. കണിമംഗലം ശാസ്താവിനുള്ള ആതിഥേയത്വം അരുളിക്കൊണ്ടുള്ള ശംഖുനാദം അല്പസമയത്തിനകം തന്നെ മുഴങ്ങും. പൂരവിളംബരത്തിനായി നെയ്തലക്കാവിലമ്മ എത്തിയിരിക്കുന്നു. തിടം പേറ്റുന്നത് എറണാകുളം ശിവകുമാർ എന്ന ഗജരാജനാണ്. തെക്കേ ഗോപുരനട തുറന്നാണ് നേരത്തെ നെയ്തലക്കാവിലമ്മ എത്തിയത്. ഇനി ശ്രീമൂലസ്ഥാനത്തിന് സമീപം നിലപാട് തറയിലേക്ക് എത്തുന്നു. അതിനുശേഷം പൂരവിളംബരം നടക്കും. പിന്നീട് ചമയ പ്രദർശനമുണ്ടാകും. കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്തും അതിനോട് തൊട്ട് അടുത്തായി നടക്കും എന്നതാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇത്തവണ അങ്ങേയറ്റം വേദനാജനകമായൊരു പൂരം കൂടിയാണ്. കേരളത്തിന് മുഴുവൻ വേദനയുണ്ടാക്കുന്ന സമയമാണ്. പക്ഷേ ആചാരങ്ങളോടെ അത് നടത്തുക, വലിയ ആഘോഷങ്ങളിലേക്ക് പോകാതെ എന്ന തീരുമാനമുണ്ടാകുന്നു. തുടർന്ന് ഇപ്പോൾ പൂരവിളംബരത്തിനായുള്ള കാത്തിരിപ്പാണ്. ഇത് തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കൂടിയാണ്. നാളെയാണ് തൃശ്ശൂർ പൂരം. എറണാകുളം ശിവകുമാർ എന്ന കൊമ്പൻ്റെ പുറത്തേറി നെയ്തലക്കാവിലമ്മ എഴുന്നള്ളിയിരിക്കുന്നു. ഇനി നിലപാട് തറയിലെത്തി പൂരവിളംബരം നടത്തുക എന്ന ചടങ്ങാണ്. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിട്ടുണ്ട് എന്ന് കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തു. ചമയ പ്രദർശനമുണ്ട്. ഇത്തവണ ആഘോഷങ്ങളെല്ലാം വെട്ടിക്കുറച്ചിട്ടുണ്ട്. സാമ്പിൾ വെടിക്കെട്ടുണ്ടായില്ല. കൂടാതെ വെടിക്കെട്ട് ഒഴിവാക്കി. കുടമാറ്റമാണെങ്കിലും അതിൻ്റെ ദൈർഘ്യം കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ തരത്തിലേക്ക് ആഘോഷം ഒഴിവാക്കി ആചാരങ്ങൾ നടക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.